15-ലെ തെക്കേ മൂലയിലെ ഓടൊന്ന് മാറ്റി തരാൻ സൂപ്പറായിട്ടൊന്ന് പറയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനി വരുമ്പോ എന്റെ റൂമൊന്ന് മാറ്റി തരാൻ പറഞ്ഞാലും മതി. അത് നമുക്ക് ആലോചിക്കാം. പോവല്ലേ? ഒന്നുമില്ല തന്റെ കയ്യില്. പിന്നെ ഇത് സൂപ്രണ്ട് സാറിന്റെ പേഴ്സല്ലേ? കുഴി എണ്ണിയാ മതിയോ? അപ്പം തിന്നണ്ടോ? ആ, ഒരു 100-150 അപ്പം ഒരുമിച്ച് കിട്ടിയാ തിന്നാമായിരുന്നു. ആ പിടി 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 പിടി. അയ്യോ, ഇലനക്കി നായയുടെ കിരിനക്കി നായ. ഇനി ഇവിടെ നിന്ന ആൾക്കാർ പിടിച്ചെന്നെ അകത്തിടും. അയ്യോ, എവിടെ പോയി എന്റെ മോൻ ജഗദീന്ദ്രൻ? ഞാൻ ഇവിടെ നിന്ന് പുറത്തു വരുന്ന ദിവസം അവൻ ഇവിടെ തന്നെയാണല്ലോ നിൽക്കാറ് പതിവ്. ഞാൻ ഇവിടെ ഉണ്ടാച്ചാ എന്താ തുള്ളുന്ന? പാമ്പ് കടിക്കണ ഒരു കള്ളൻ ആദ്യം വേണ്ട സ്ഥലകാല ബോധമാണ്. അങ്ങോട്ട് മറിയും തുള്ള. ബെസ്റ്റ് അച്ഛനും മോനും. അച്ഛാ, തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന്. അതേടാ, ഞാൻ അവിടെ പോയത് വേറൊരു കോലത്തിലായി. എന്നിട്ടും അവരെന്നെ തിരിച്ചറിഞ്ഞ് ഇട്ടിച്ച് വേറൊരു കോലത്തിലായി. അകത്തുവായി നാടോടുമ്പോ നടുവേ ഓടണം. ഞാൻ ഓടിയത് കുറുകയാ, അതുകൊണ്ട് മുന്നിലെ മതില് കണ്ടില്ല. കുഴിയിലോട്ടെടുക്കുന്ന പ്രായം കഴിഞ്ഞിട്ടും അച്ഛന് ഞാൻ നീട്ടിത്തന്ന കാലാവധി അച്ഛൻ ദുര്യോഗപ്പെടുത്തി. മാലയും വളയും പിടിച്ചു പറിക്കുന്ന കാലമല്ലിത്, കമ്പ്യൂട്ടർ യുഗമാണ്. ആ കുന്ത്രാണ്ടൊന്നും എടുത്തു പൊക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. അതിരിക്കട്ടെ, മോൻ ഇന്ന് എവിടെയാണ് ഡ്യൂട്ടി? ട്രാഫിക്കിലാ. കാക്കിട്ടുള്ള കളി വേണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കുകയല്ലേ? പിടിച്ചാ പിന്നെ ശിഷ്ടകാലമകത്താ, അതും എന്നോടൊപ്പം. ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കും, ധീരന്മാർ ഒരിക്കലേ മരിക്കൂ. ആയാലും മരിക്കുമല്ലോ. ഇവിടത്തെ പോലീസിനെ തല്ലുകൊണ്ടാ മരിക്കുകയല്ല, അവിടെ അങ്ങോട്ട് ജീവിക്കുകയല്ല, ചളങ്ങി അങ്ങനെ കിടക്കും. അതിലും ഭേദം ആത്മഹത്യ ചെയ്യും. അച്ഛന്റെ മണ്ടയല്ല എന്റെ മണ്ട. പിന്നെ ഏത് മണ്ടയിലെയാ? തെങ്ങിന്റെ മണ്ടയല്ല. അച്ഛൻ ആ ഡ്രസ് വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് ഒരു ജോഡി പോലീസ് ഡ്രസ് വാടകയ്ക്ക് എടുത്ത് തന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അതെന്താ, നിനക്ക് അവിടെ നേരിട്ട് ചെല്ലാൻ പറ്റിയല്ലേ? ഇതെന്താ ബാലകൃഷ്ണ സാറിന് ട്രാഫിക്കില്? എവിടെ മാറട്ടെ? എന്റെ കുട്ടി അവൻ വൈകിട്ട് വീട്ടിലേക്കല്ലേ വരണേ? ഞാനൊന്ന് പോയിട്ട് വരാം, ചൂടൊന്ന് സമയം കളയണ്ടല്ലോ. സാറേ, ഞങ്ങള് വരുന്ന വഴിയാ. കൊച്ചമ്മ ഗീത കുഞ്ഞ് കാറിലുണ്ട്. സാറെന്താ ഇന്ന് ട്രാഫിക്കില്? ഗീത കുഞ്ഞ് കൈ കാണിക്കുന്നു. എന്നാ ഞാൻ എന്ത് പറഞ്ഞു? എന്റെ അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാലും എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചില്ലെന്നേ. ഭയങ്കര ഗൗരവം. അതവരുടെ അച്ഛനും അങ്ങനെ. ഡ്യൂട്ടി സമയത്ത് ഫാമിലി ലോഗ്യം പറയുന്നത് ഇഷ്ടവേ അല്ല. എന്നാലും അച്ഛനെ പോലാണോ കൊച്ചമ്മയെ മൂസ? എന്നോട് അങ്ങനെ പറയാവോ? മതി മതി, വണ്ടി എടുക്ക്. കാക്കി കേറുമ്പോ മനുഷ്യന്റെ സ്വഭാവം മാറും. ഒറ്റയ്ക്ക് മോഷ്ടിക്കാൻ പോകുന്ന ചേട്ടന് പറയാൻ എളുപ്പമാ. ഇത്തിരി കടുപ്പുള്ള പണി തന്നെ. എന്ത് ചെയ്യുക ഭഗവാനെ? எனக்கு ஒண்ணுமே தெரியாது. நான் கள்ள இல்ல சார். எனக்கு மருந்து ஏதாவது மருந்து தேவைன்னு நான் கொடுக்குறேன் சார். അത് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ ഉണ്ണികൃഷ്ണൻ സാറേ. ഉണ്ണികൃഷ്ണ? ഏത് ഉണ്ണികൃഷ്ണൻ? വേഷം മാറിയപ്പോ സാർ പേര് മറന്നുപോയോ? അത് ആ മീശു നിലക്കിക്ക്. ഇതും വൈപ്പ, ഇത് ഉണ്ണി. എന്റെ ഉണ്ണികൃഷ്ണൻ സാറേ, ഇങ്ങനെ വേഷം മാറുമ്പോ ഞങ്ങളോടൊരു വാക്ക് പറയാൻ പാടില്ലേ? ഇനി മുതൽ ശ്രമിക്കാം. ഇതിപ്പോ വന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തന്നെ പേടിയാ. അവസാനം വരുമ്പോ ഇത് ബാലകൃഷ്ണൻ സാറാണോ ഉണ്ണികൃഷ്ണൻ സാറാണോ എന്ന് എങ്ങനെ അറിയാനാ? അത് ശരിയാ. എടോ, സാറിനെ കൊണ്ടുപോയി വീട്ടിലാക്ക്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നടന്നു പോക്കാം. അയ്യോ, വീട്ടിൽ പോകാൻ നേരത്ത് ജീപ്പിലേക്ക് ബഹളം വെക്കുന്ന ആളാ സാർ. ജീപ്പ് റെഡി. ജീപ്പൊന്നും വേണ്ട. എന്തായാലും ഈ വേഷത്തിൽ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് തന്നെ കാര്യം. CI സാറിന് ഇത് കാണുമ്പോ വലിയ സന്തോഷമായിരിക്കും.
എന്തും ചെയ്തു ജോലി കഴിഞ്ഞു വരുമ്പോ എന്നും എന്നെ വിളിച്ചിട്ടല്ലേ അകത്തേക്ക് കയറാറ്. ഇന്നെന്താ കള്ളനെ പോലെ പാത്തും പതുങ്ങി മുറിക്കകത്ത് കയറിയത്? വാതിൽ തുറക്ക്, ഞാൻ പോവാ. പൊയ്ക്കോളാന്നോ? പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങനെങ്കിലും ബാലേട്ടനെ ഞാനൊന്ന് കാണട്ടെ. എപ്പോ നോക്കിയാലും ജോലി ജോലി ജോലി. ലേശം പട്ടാണ്. ഏത് സ്ത്രീക്കും ഈ ഒരു സന്ദർഭത്തിൽ വട്ടുവരും. ഏത് സന്ദർഭത്തിൽ? ബാലേട്ടാ, ബാലേട്ട. ഒരു കാര്യം പറയട്ടെ? ഇല്ല, ഞാൻ പറയും. ഒരു സന്തോഷ വാർത്ത. ബാലേട്ടൻ ഒരച്ഛനാകാൻ പോകുന്നു. ഇത്ര പെട്ടെന്ന് ഒരു അച്ഛനാകാൻ പറ്റുമോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്താ ബാലേട്ട ഒരു സന്തോഷമില്ലാത്തെ? ഉണ്ട്, സന്തോഷം ഉള്ളി തരാൻ സ്വല്പം താമസിച്ചു പോയതായിരുന്നു. ഇന്നിനി ബാലേട്ടനെ ഒരിടത്തും പോകാൻ ഞാൻ സമ്മതിക്കില്ല. വരൂ, അമ്മയെ കാണാൻ പോവാം. അമ്മയ്ക്കുണ്ടോ വിശേഷം? ഈ ബാലേട്ടൻ രണ്ടുപേരും ഒരേ സമയത്ത്. നടക്ക് ബാലേട്ടാ. അമ്മ എന്നെ കാണണം. അടുത്ത സാറ് വെച്ചു. അമ്മേ, നടക്ക് നടക്ക് ബാലേട്ടാ. അങ്ങോട്ടല്ല. ആ മാറാലടിച്ചോളാൻ മൂസോട് ഞാൻ രാവിലെ പറഞ്ഞതാ. ബാലമോൻ വന്നോ? അമ്മേ, ബാലേട്ടൻ വന്നിട്ട് അമ്മയോട് പറയണമെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. ഇതെന്ത് വേഷം? എനിക്ക് പടച്ചോനെ, ഇപ്പൊ സാറിനെ കണ്ട പേര് പോലെ തന്നെ. സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ. വാ സാറേ. അമ്പാടി തന്നിലൊരുണ്ണിക്ക്. ഇത് കേട്ടിട്ട് നിനക്ക് എന്താ മോനെ ഒരു സന്തോഷമില്ലാത്ത? ഇപ്പൊ ചെറുതായിട്ട് സന്തോഷം തോന്നുന്നു. കൊച്ചമ്മോ, ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. എന്റെ അനിയ, ഇതെന്ത് വേഷമാ? ഇതാണ് ലാട വേഷം. ഇല്ല ഉണ്ണി സാറേ. എന്ത് പറ്റി ഇന്ന് എന്റെ മക്കൾക്ക്? അമ്മേ, മുകളിൽ ഒരാള് കൊറേ നേരം കള്ളൻ കളിക്കായിരുന്നു. മോളിലൊരു കള്ളം കളി, താഴെ ഒരു ലാടൻ കളി. എനിക്ക് വയ്യ കൊച്ചമ്മോ. നിനക്ക് വൈകി കുറച്ചു നേരം പോയി കിടക്കാം. അയ്യോ, ആ വയ്യല്ല ഈ വയ്യ. ഇതൊന്നും കാണാൻ വയ്യ. മോനെ, അറിഞ്ഞോ നീ ഒരു ചെറിയച്ഛനാകാൻ പോകുന്നു? ഇവിടെ ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം എന്റെ അടുത്ത് നേരത്തെ പറയാത്ത എന്താ? നേരത്തെ ഉണ്ടായതല്ല, ഇപ്പൊ ഉണ്ടായതാ. എന്താ രണ്ടാളും കൂടി ഒരു രഹസ്യം? ചായ ആദ്യം കുടിക്കുന്നോ അതോ ഉണ്ണി കുളിച്ചിട്ട് വന്നിട്ട് ഊണ് കഴിക്കുന്നോ? വേഷം കഴിച്ചിട്ട് ഊണ് കുളിക്കാം. ഊണം മാറിയിട്ട് വേഷം കഴിക്കാം. മതി മതി, വേഗം വന്ന് ഊണ് കഴിക്കേ. വാ സാറേ, ലാട കഴിക്കാം. ഒരു പീലി എനിക്ക് തരുവോ? ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഈ പിള്ളേരുടെ ഒരു കാര്യം. മോനെ ജയരീന്ദ്ര, നീ എങ്ങോട്ട് പോകുന്നു? ചുവന്ന പട്ടിൽ പൊതിഞ്ഞ പല്ലക്കിൽ നിന്നും അവരെന്നെ നിഷ്കരണം വലിച്ചു താഴെ ഇറക്കി. അയാൾ എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. ആര്? ഒസാമ ബിൻ ലാദൻ, അതാരാ? യുവർ ഫാദർ. ടീച്ചറാ, റിലേ പോയോ? വീണപ്പോ നിന്റെ തല നിലത്തടിച്ചോ മോനെ? Nothing is impossible in the world and world is impossible for nothing is. എന്ന് വെച്ചാൽ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഞാൻ ആരാണെന്ന് അറിയാവോ തനിക്ക്? തനിക്കോ? ഞാൻ നിന്റെ അച്ഛനാ. അച്ഛ, ബൗത്തച്ഛ, കൊച്ചച്ഛ, മുത്തച്ഛ, അപ്പച്ച. എന്റെ പൊന്നച്ഛാ. ഡോക്ടർ ഓഹോ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ? അല്ല, ഒരു മാട്ട നാടകമില്ല നടനാ. ചെയ്യി തലയിടിച്ച് വീണതിന് ശേഷം ഇപ്പൊ പറയുന്നെല്ലാം തല തിരിച്ച. എന്താ പേര്? ഭാസ്കരൻ. ഭാസ്കര. ഭാസ്കരൻ എന്റെ പേരാ. മോന്റെ പേര് ജഗദീന്ദ്രൻ. ജഗത്തിന്റെ ഇന്ദ്രൻ. മിസ്റ്റർ ജഗദീന്ദ്രൻ. പ്രത്യക്ഷമായി ഇല്ല. I am George Bush. What? You want to destroy White House? No, it's impossible. I am the monarch of all I survey. My right there is none to dispute. Girls cannot fly higher than the eagle. Understand? അയ്യോ, എന്റെ മോൻ എന്ത് പറ്റി? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ എല്ലാം ശരിയാവും. ഇവനിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങണേ? നിങ്ങളല്ല, ഇയാളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. വാ, നമുക്ക് അകത്തുണ്ട്. എഴുന്നേറ്റോ? എന്താ പിന്നെ ഇരിക്കുമെന്ന് വിചാരിച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ എങ്ങനെ ഉണ്ടെന്ന് അച്ഛനെ മനസ്സിലായോ മോനെ? എവിടെ എന്റെ മെഷീൻ ഗൺ? വിഷം കണ്ടോ? വിഷം കണ്ടോ? പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. അപ്പൊ
അപ്പൊ പണ്ടത്തെ പോലെ ശങ്കരൻ തെങ്ങേ തന്നെ അല്ലേ? ആരാ? നിനക്ക് ബോധം പോകുന്നതിന് മുമ്പ് നിന്റെ അച്ഛൻ ഭാസ്കരൻ. ഇപ്പൊ ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ അച്ഛൻ സെബാസ്റ്റ്യൻ ബുഷ്. അയ്യോ, ഇതെവിടാ സ്ഥലം? മെന്റൽ ഹോസ്പിറ്റലാണോ? മുമ്പ് നമ്മുടെ വീടായിരുന്നു, ഇപ്പൊ വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് ആണ്. വൈറ്റ് ഹൗസ്, വൈറ്റ് ഹൗസ്. മോനെ നമുക്ക് ആശുപത്രി പോണ്ടേ? മോന്റെ അസുഖം മാറണ്ടേ? ഇയാളെ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? ഞാൻ എടുത്തിട്ട് ശരിക്കൊന്ന് പെരുമാറുകയുണ്ടല്ലോ. ഇയാൾ ആശുപത്രിയിൽ ഇറങ്ങലുണ്ടാവില്ല കേട്ടോ ബുഷേ. മോനെ ഇത് നീട്ടിക്കൊണ്ട് പോയാ നീ മുഴുപ്രാതനായി. അത് കാണാൻ അച്ഛന് വയ്യ. മോനെ 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 എടാ അവിടെ നിൽക്കാൻ. ഇത് ഒറിജിനൽ ആണല്ലോ. എടാ അവിടെ നിൽക്കാൻ. എന്തൊരു കഷ്ടം. വിളിക്കുന്നത് അവിടെ നിൽക്കാൻ. എടാ ബുഷീന്ദ്ര. അനിയായി ഒരുപാട് കാര്യങ്ങൾ എല്ലാം പറയാം. അത് ആരാ ഓടി വരുന്നത്? ഒരു മെന്റൽ കേസാ. എന്നെ ചേസ് ചെയ്യാ. എന്നാ അയാളെ ഞാൻ മാനേജ് ചെയ്തോളാം. ആ. വീട്ടിലേക്ക് പൊയ്ക്കോ. ആ, ശരി. അവിടെ വന്നിട്ട് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കിക്കണം. നീ വേഗം വീട്ടിലേക്ക് വരണം. വേഗം വേഗം വിട്ടോ. പോട്ടെ. എടാ, അവിടെ നിൽക്കാൻ. ദാ, നിൽക്കാൻ. അയ്യോ മോനെ നീ കണ്ടില്ലേ നമ്മുടെ ജഗതി മോന് പ്രാന്താ. അവര് റിലേ പോയി. അവനിപ്പോ ബുഷ്. ധൈര്യമായിട്ടിരിക്കാൻ 10 മിനിറ്റിനകം അസുഖം മാറി ജഗതി ചേട്ടൻ ഇവിടെ തന്നെ എത്തും. അതെങ്ങനെ നിനക്കറിയാം? ഇപ്പൊ എന്തെങ്കിലും അറിയാവുന്നത് എനിക്ക് മാത്രമാ. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. നിന്നെ ഞാൻ എവിടെല്ലാം തിരക്കി. എന്താ കാര്യം? ദേ ഇത് കണ്ടോ, ഞാൻ ഒരു എടാകുടത്തി പറ്റിരിക്കുക. 2 പാർട്ടീസ് കാറിനകത്ത് മറന്നു വെച്ചിട്ട് പോയതാ. എന്താ ഇതിനകത്ത്? വെളുത്ത പൊടിയുടെ കുറെ പാക്കറ്റുകൾ. ഇനി വല്ല ആന്ത്രാക്സ് ആണാവോ? പണ്ടാറടങ്ങിയ ആന്ത്രാക്സിന്റെ രുചി എനിക്ക് അറിയില്ല. ഇല്ലെങ്കിൽ നാക്കിൽ തൊട്ട് നോക്കായിരുന്നു. മണ്ടത്തരം പറയാതെ ഇത് തുറന്നു നോക്ക്. സംശയിക്കാനൊന്നുമില്ല, ഇത് മയക്കുമരുന്ന് തന്നെയാ. കയ്യോടെ ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ഇത് ആര് തന്നു, എവിടെ നിന്ന് കിട്ടുന്നൊക്കെ പോലീസ് ചോദിച്ചാൽ നടന്നതുപോലെ പറയണം. അത് പറയാം. പക്ഷെ അവര് വിശ്വസിച്ചില്ലെങ്കിൽ എന്നെ ഇടിക്കും. അപ്പൊ ഞാൻ മാറ്റി പറയും. അപ്പൊ പിന്നെ ഇടിക്കും. നീ ഇങ്ങനെ പേടിച്ചാലോ? പോലീസിനും പെരുമാവിനും പേടിക്കാത്തവര് വെറും മണ്ടന്മാരാ. അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അത് എനിക്കല്ലേ അറിയുള്ളൂ, അവർക്ക് അറിയില്ലല്ലോ. മനുഷ്യനായ കുറച്ചൊക്കെ ധൈര്യം വേണം. നിന്റെ അടുത്തുണ്ടോ എന്ത് ധൈര്യം? ഉണ്ട്. അതുകൊണ്ടാ പറയുന്നത്. ഞാനും കൂടെ നിന്റെ സ്റ്റേഷൻ വരെ വരാം. നീ പെട്ടി എടുക്ക. എടുത്തോ, വണ്ടി എടുക്ക. ഞാൻ അകത്തേക്ക് വരണോ? നീ ഒറ്റയ്ക്ക് പോയാ പോരെ? കൊള്ളാം. എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി ഞാൻ നിന്നും കൂടി കൂട്ടിയത്. എന്നിട്ട് നീ തന്നെ ഡൈവേഴ്സ് ചെയ്യാ? ഞാൻ വരാം. പക്ഷെ നമ്മൾ അടുത്ത കൂട്ടുകാരാണെന്നൊന്നും പറയണ്ട. പോലീസ് കേസ് ഏത് വഴിക്കാ തിരിയെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ അകത്താവണം ഞാൻ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ അല്ലേ? അല്ല, രണ്ടുപേരും ഒരുമിച്ച് അകത്തായാൽ ആര് പുറത്തിറക്കും? ഇതിപ്പോ നീ അകത്തായാൽ ഞാൻ ഇറക്കും, ഞാൻ അകത്തായാൽ നീ ഇറക്കും. നീ ഇങ്ങനെ അകത്താവണ കാര്യം മാത്രം അങ്ങനെ പറയാതെ. പേടിയാവണു. നീ കൂടെ വരുന്നോ അതോ? തൽക്കാലം ഞാൻ ഇവിടെ നിൽക്കാം. ഇവനിന്ന് ഡ്യൂട്ടി ഇല്ലേ? യൂണിഫോമിലല്ലോ. എന്താ പുറത്ത് നിൽക്കുന്നത്? അത് ആരാ ഇയാള്? സാറ അന്ന് 50 രൂപ മൂക്കിപ്പൊടി. മൂക്കുപൊടിയോ? ഓ, കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ നാണക്കേടല്ലേ? ഇതെന്റെ അടുത്ത കൂട്ടുകാരനാ, മല്ലീശ്വരൻ. ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാ. സാറേ, എന്റെ കാറിൽ നിന്ന് ഒരു പെട്ടി കിട്ടി. വളരെ സംശയാസ്പദമായ സാഹചര്യത്തിലാ ഈ പെട്ടി കയ്യിൽ വന്നത്. ഇതിലെന്താണെന്ന് തുറന്നു നോക്കിയോ? എന്തായാലും ആന്ത്രാക്സ് അല്ല. എനിക്ക് തോന്നുന്നത് ബ്രൗ. അല്ലെങ്കിൽ വേണ്ട, സാറ് തുറന്നു നോക്കിയാ മതി. എന്നാ തുറന്നു നോക്കൂ. ബ്രൗൺ ഷുഗർ. കൺഗ്രാചുലേഷൻസ് അനിയായി. ഈ വിവരം എത്രയും പെട്ടെന്ന് കമ്മീഷണറെ അറിയിക്കണം. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ നിന്നെ അയാൾ അനുയായി എന്ന് വിളിച്ചത്? അനുയായി എന്നല്ല, അനുയായി എന്നായിരിക്കും വിളിച്ചത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് സാറിന്റെ പാത പിന്തുടരണം എന്നാവും ഉദ്ദേശിച്ചത്. ഉണ്ണി. ഉണ്ണിയോ? വാത്സല്യത്തോടെ വിളിച്ചാവും. ഇതാ പോലീസുകാരുടെ സ്വഭാവം. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഉടക്കിയാൽ ഉണ്ണി. ചീന്തും. അകത്തേക്ക് പോന്നോളൂ. വരുന്നു. ബിഹേവ് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞില്ലേ,
ഇത് പിടിച്ചതോടെ ഇപ്പൊ എല്ലാവർക്കും നമ്മളെ ബഹുമാനം. സാർ അവിടെ ലെറ്റ് മീ അപ്രീഷിയേറ്റ് യുവർ ബ്രേവറി. ഡ്രൈവറി അല്ല ഡ്രൈവറി. നമ്മുടെ ധീരതയെ അഭിനന്ദിച്ചതാ. അങ്ങനെയാണെങ്കിൽ സാർ ആദ്യം അഭിനന്ദിക്കേണ്ടത് കാന്തന്നൂർ കന്ദസ്വാമിയാ. അതാരാ? എന്നോട് അപ്പ. അപ്പ അപ്പൊ ഒരാളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ തന്നെ വരാൻ പറ്റുമായിരുന്നോ? പെട്ടെന്ന് സെന്റിമെന്റിലാവും. ഐ സി, സോറി. മിസ്റ്റർ മല്ലീശ്വരൻ, ഈ പെട്ടിയുടെ ഉടമസ്ഥരെ ഇനി കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? ഇനി അങ്ങനെ അവന്മാർ എന്റെ കയ്യിൽ കിട്ടിയാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ തിരിച്ചറിയുള്ളൂ. വേണ്ട, നിയമം കയ്യിലെടുക്കാൻ ആരെ അനുവദിക്കില്ല. അല്ലെങ്കിലും നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ലല്ലോ. ഒരു സോളിഡ് കേസ് പിടിച്ചതിന്റെ ത്രില്ലാണല്ലേ? നൗ റിലാക്സ് മാൻ. നീ വീട്ടിലേക്കാണോ? അതെ. ജീപ്പ് വേണോ? അയ്യോ, ജീപ്പൊന്നും വേണ്ട. ഞാൻ എന്റെ കാറിൽ വിട്ടോളാം സാർ. ഓക്കെ, ദെൻ ക്യാരി ഓൺ. ഓ, കാർ ഓണാക്കാം സാർ. അനിയായി, കീപ് ഇറ്റ് അപ്പ്. பலன் சொல்லுவாங்க கைரேகா பலம் சொல்லுவாங்க. മകനെ റാസാ, നീ മഹാരാസ. മകന്റെ മനസ്സിൽ ഏതോ മോഹങ്ങൾ പൂവടിയാനുണ്ട്. ചിങ്ങം കന്നി തുലാം വൃശ്ചികം മേടം കർക്കടകം. കർക്കടകത്തിൽ മഴ പെയ്താൽ മറ്റും പുറത്ത് മാണിക്യം. കണ്ട ബലം കൈകൊടു റാസാ. അപ്പടിയല്ലേ, കൈ താമര മാതിരി വിടർത്തിക്കൊടു. ഇത് ബുദ്ധമണ്ഡലം, ഇത് ശുദ്ധമണ്ഡലം, ഇത് നിയോജക മണ്ഡലം. നിയോജകം നിയോഗം. ഇന്ത്യക്ക, നിന്ദിക്ക, നെല്ലിക്ക, കല്ലിക്ക, സുൽത്താനിക്ക, ബ്രിട്ടാനിക്ക, ചെക്കോസ്ലേവയ്ക്ക, വാക്യത്തിൽ പ്രയോഗിക്ക, പൂരിപ്പിക്ക, ഫലം പ്രവചിക്കുക. മൂഞ്ചിയെ പാത്താലേ തെരിയും, ചിന്ന വയസ്സിലെ അമ്മ ഇഹലോകം വെടിந்து വിട്ടത്. അതെങ്ങനെ മനസ്സിലായി? ജോത്സ്യം പോയി സൊല്ലാതെ. ഇപ്പൊ കഷ്ടകാലം, അടുത്ത കാലത്ത് എന്തോ നഷ്ടപ്പെട്ടാച്ച്. അത്തமான பிரமாதமான சாதனா. கை நிறைய பணம் இருக்கு, ஆனால் ஆளுகளுக்கு ட்ரெஸ் அயன் பண்ணி வர கொடுக்கேண்டி வரும். വാ മകളെ. இது மகளா? என்ன வைஃப்? அவரோட செகண்ட் வைஃப். அது தெரியும், இந்த மூஞ்சி பார்த்தாலே தெரியும். உங்க லைஃப்ல 3 வைஃப் இருக்கு. നിങ്ങൾ ഇനിയും കല്യാണം കഴിക്കോ? അങ്ങനെ ജോത്സ്യത്തിൽ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിരിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടുമോ? ഉങ്ക സാധനം உங்களுக்கு தான் പ്രയോജനപ്പെടും. ஆமா, നഷ്ടപ്പെട്ട സാധനം മോതിരം. എന്നെ ഫോണെന്ന് മാത്രം വിളിക്കരുത്. ആ മോതിരത്തിനുള്ളിലെ ഡിസ്കിന്റെ കോഡെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. ഇല്ലല്ലോ. മല്ലീശ്വരൻ വന്നോ? വൈകിയാ വന്നേ, ഞാൻ വിളിക്കാം. ആ, വിളി കേട്ടു. നീ എന്താ 1-2 ദിവസമായിട്ട് മല്ലീശ്വരം വന്നോ തിരക്കണ്ടായിരുന്നല്ലോ. ഞാനൊരു ലോങ് ട്രിപ്പ് പോയിക്കായിരുന്നു. എന്താ കാര്യം? കാര്യമുണ്ട്, പറയാം. വാ. ആ പരിപ്പേറി അടി പിടിച്ചണ്ടേ, ചെല്ല്. എന്റെ കാരണകത്തോ? അതെങ്ങനെ അതിനകത്ത് വന്നു? കൊണ്ടുവച്ചതാ. നീ കൊണ്ടുവച്ചോ? ഞാനല്ല. പിന്നെ അതൊക്കെ പിന്നെ പറയാം. ഞാൻ മുള്ളിന്റെ പുറത്താ നിക്കണേ. ഇങ്ങോട്ട് നടക്കാം. ഇതിനകത്തുണ്ടാ ആന്ത്രക്സാ? പിന്നെ സംഭവം എന്താന്ന് പറ. വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും പോലീസുകാർക്കും അണ്ടർവേൾഡുകാർക്കും ഒരുപോലെ ആവശ്യമുള്ള ഡിസ്ക. ഇതിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ എത്തേണ്ട അടുത്ത് എത്തിച്ചാൽ നമുക്ക് തക്കതായ പ്രതിഫലം കിട്ടാതിരിക്കില്ല. അങ്ങനെ വല്ലതും കിട്ടിയാൽ നീ എന്നെ മറക്കരുത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോടാ മല്ലി? നിന്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ കാശിന്റെ അല്പം കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്? എല്ലാം ശരിയായി വന്നാൽ ഇതിൽ നിന്നും കിട്ടുന്നതിന്റെ നേരെ പകുതി നിന്റെ പെങ്ങളുടെ കല്യാണത്തിന്. എന്താ പോലെ? നീ എന്റെ കിണറൂത്തി വെള്ളം എടുക്കായിരുന്നോ? ഇത്ര താമസം? ഇതാണ് പെണ്ണുങ്ങളെ വെള്ളം എടുക്കാൻ വിടരുന്ന് പറയണത്. നീയായിരുന്നോ? ഇപ്പൊ തന്നെ ആള് മാറിയിടിച്ച് നിന്റെ മൂക്കിന്റെ വെണ്ടിരുത്ത് പാലം തകർത്ത് കളഞ്ഞാനെ. നീ എന്താ പോയിട്ട് പിന്നെ തിരിച്ചു വന്നേ? പിന്നെ ഈ സീറ്റിന്റെ ഇടയിൽ ഞാനൊരു കമ്പ്യൂട്ടർ ഡെസ്ക് വെച്ചിരുന്നേ. നീ എന്താ ആളെ വടിയാക്ക? നീ തന്നെ ഇതിനകത്ത് നേരത്തെ എടുത്തുള്ളൂ ഇത്. അപ്പൊ അവൻ വന്ന് ആ ഡിസ്കും കൊണ്ടുപോയി. എന്താടാ സ്വർണ്ണപ്പണം പണയം വെച്ച പോലെ? എന്തു പറ്റി? ഒന്നുമില്ല. ആ ഡിസ്കുമായിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ അത് നിന്റെ ഇത് പോയോ? ഏയ്, പോയിട്ടൊന്നുമില്ല. അതെവിടെയാണ് വെച്ചതെന്ന് ഞാൻ മറന്നുപോയി. എന്നാ ശരി, പിന്നെ കാണാം. നിന്നെ
ഡിസ്കിന്റെ വിവരം കൈമാറിയാൽ കാശ് കിട്ടുന്ന ഉറപ്പാണല്ലോ. നീ പറഞ്ഞ അനുസരിച്ച് നാളെ ചെറുക്കന്റെ പാർട്ടിയോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിരിക്ക. പറഞ്ഞോ പറഞ്ഞോ. ഇവന് തന്നെ പറ്റിയിടോ പോയി. അല്ലെങ്കിൽ വേണ്ട. നമസ്കാരം സാറേ, സാറിന് തിരക്ക് വരികയായിരുന്നു. നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആളെ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് പോലീസുകാരുടെ സ്വഭാവം. കാര്യം കണ്ടപ്പോ നമ്മള് പുറത്താവും. എന്റെ ഉണ്ണികൃഷ്ണൻ സാറേ, ആ ഡിസ്ക് കണ്ടിട്ട് ഡീറ്റെയിൽസ് തന്നെ വിളിച്ചു പറയാന്ന് പറഞ്ഞില്ലേ? ഓ ഡിസ്ക്, നിങ്ങളുടെ നമ്പർ എന്റെ മിസ്സായി. പുതിയ ടെലിഫോൺ ഡയറക്ടറിയിൽ എന്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് സാറേ. ചെമ്പകരാമൻ, എഡിറ്റർ, ക്രൈംസ് ഓഫ് ഇന്ത്യ 372626. അപ്പൊ ഈ ചെമ്പകരാമന് ഡിസ്കുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്താ സാറേ ആലോചിക്കണത്? ഏയ് ഒന്നുമില്ല, ആദ്യം ആ ഡിസ്ക് കാണാനുള്ള ഏർപ്പാട് ചെയ്യണം. ഒരു പോലീസ് ഓഫീസറായിട്ട് അതിനുള്ള സൗകര്യം ഇല്ലാന്ന് പറഞ്ഞാല് ഓ എല്ലാം രഹസ്യമായിട്ട് വെക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേ? അതെ, അതെ, എന്റെ ഒരു സുഹൃത്ത് കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ഉണ്ട്. ആ. ജലദോഷം ഉണ്ട്? ഏയ് അല്ല, ചെറുതായിട്ടുണ്ട് ജലദോഷം. മൂസേ സൂക്ഷിച്ചു പോണം. ഗീത കുഞ്ഞത് ചുമ്മാ ഇരുന്ന് എന്ന് ഞാനല്ലേ ഈ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്നത്. പിന്നെ ഇന്ന് മാത്രം എന്താ? അത് തന്നെയാ പറഞ്ഞേ. അരിയും പച്ചക്കറിയും വാങ്ങിക്കുന്ന പോലെയല്ലേ ഇത്? കയ്യിലിരിക്കുന്നത് സ്വർണ്ണ. വരുന്ന വഴിക്ക് മാർക്കറ്റിൽ അങ്ങനെ കയറണോ? ഇനി ഇപ്പൊ ഇതും കൊണ്ട് ഒരു സ്ഥലത്ത് പോകണ്ട, അതൊക്കെ പിന്നീട് മതി. വാ. പിരിയാൻ പോവല്ലേ? ഇല്ല മാർത്തണ്ട, ഇല്ല. ഞാൻ നിയമത്തിന്റെ വഴിയിൽ സഞ്ചരിക്കും. മോനെ ഇതൊന്നും പിടിച്ചേ, ഞാൻ ഇപ്പൊ വന്ന് വാങ്ങിച്ചോളാം. അരി ചോദിച്ചാൽ കൊടുക്കരുത് കേട്ടോ. അതെ പിന്നെ അതെ. എങ്ങോട്ട് പോയി? കളഞ്ഞുപോയ വള്ളി സാറിന്റെ കയ്യിൽ തന്നെ വന്ന് ചുറ്റിയല്ലോ. ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ആ കള്ളന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിയെടുത്ത സാറിന്റെ കഴിവ് അപാരം തന്നെ. ഇയാൾ എന്തൊക്കെയായി പറയണേ? ഇതൊരു അമ്മാവന്റെ ബാഗാ. അല്ല സാറേ, ഇത് എന്റെ ബാഗാ. സാർ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലേ? ഇല്ല. പഴയ സ്വർണം കൊടുത്ത് പുതുക്കി മേടിക്കാൻ വേണ്ടി കൊച്ചമ്മേനെ ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടതാ. അപ്പോഴാ കള്ള തട്ടിപ്പുറത്തിൽ ഓടിക്കളഞ്ഞത്. അപ്പൊ അയാളെ കള്ളനല്ലേ? എനിക്ക് മനസ്സിലായി അവൻ കള്ളനാണെന്ന് സാറിന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവന് മനസ്സിലായി സാർ ആരാണെന്ന്. ആരാണോ വേഗം തന്നിട്ട് ഓടിക്കളഞ്ഞത്. അപ്പൊ ഞാൻ വരട്ടെ ഉണ്ണി സാറേ. അതെന്റെ ഉടമസ്ഥൻ വന്ന് വാങ്ങിച്ചോണ്ട് പോയി. അവനാണ് ഉടമസ്ഥൻ. ബാഗ് എന്നോട് പറഞ്ഞോ? ഇല്ല. എന്നെ നിനക്ക് മനസ്സിലായോടാ? ഇല്ല. പകുതി രക്ഷപ്പെട്ടു. എന്താ വേഷം കെട്ടിയെടുക്കുന്നത് ബാഗ് ഞാനാ. അല്ല, അതിനകത്ത് എന്താണെന്നറിയാമോ നിനക്ക്? സ്വർണ്ണമല്ലേ? അയ്യോ, എന്താ സ്വർണ്ണമായിരുന്നല്ലോ. അപ്പൊ കള്ളൻ തന്നെയല്ലേ? കള്ളൻ നിന്റെ അച്ഛൻ. എന്നോട് ആരാ പറഞ്ഞു അവന്റെ അടുത്ത് ബാഗ് കൊടുക്കാൻ? തൽക്കാലം 1000 രൂപ. എന്തിന്? ഈ കേസ് ഒതുക്കി തീർക്കാൻ. എടാ നീ കാരണം എത്ര രൂപയുടെ നഷ്ടം എനിക്ക് ഉണ്ടായെന്ന് അറിയാമോ? എന്റെ രൂപയൊന്നുമില്ല. ഇതെന്ത് ന്യായം? നിങ്ങളോട് ബാഗ് എന്നെ തരാൻ ഞാൻ പറഞ്ഞോ? വീട് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് എന്റെ മകളുടെ കല്യാണത്തിന് കുറെ സ്വർണ്ണം മേടിച്ച് വരുന്ന വഴിക്ക് പറിച്ചു. വയ്യാത്ത കാലം വെച്ച് ഓടി കാര്യമന്റെ പുറകെ ഓടിച്ചെന്ന് കൈയോട് കൂടി പിടിച്ചപ്പോ അവന്റെ കയ്യിൽ ബാഗില്ലാന്ന്. ഞാൻ എന്താ ചെയ്യാ എന്റെ മക്കളെ? ഏതുടമസ്ഥൻ? ഞാനാ ഉടമസ്ഥൻ. സ്ഥിരം നമ്പറാ. പിടിക്കപ്പെടുന്ന ഉറപ്പ് വരുമ്പോ സാധനം കൂടെ ഉള്ളവർക്ക് കൈമാറും. പറയൂ. ഏത് നിമിഷവും ഞാൻ വിളിക്കും. എന്തിനും തയ്യാറായിരുന്നോളാം. എന്താ ഇവിടെ പ്രശ്നം? സാറിന്റെ ദൈവമാണ് ഇവിടെ എത്തിച്ചത്. സാർ ഇയാൾ ഒരു ബാഗ് മോഷ്ടിച്ചിട്ട് ഇവിടെ വന്നു. അത് ഞാൻ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തു. ഇയാൾക്ക് ഇപ്പൊ ബാഗ് തിരിച്ചു വേണമെന്ന് സാർ എന്ത് ചെയ്യും? ആട്ടോ ഈ ബാഗ് എവിടെ? സ്റ്റേഷനിലോട്ട് പോണം. കേറട്ടോ. സാർ ആക്ച്വലി ഇയാൾ മറ്റേ ബാഗിന്റെ മറ്റേ ബാഗ് ഇതെന്താ ഓട്ടോ ഇവിടെ വന്നത്? ഇതിന് നല്ല ബ്രേക്ക് ഉള്ളതുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിർത്തണമെന്ന് വിചാരിച്ചാൽ അവറാച്ചന്റെ കടയിൽ കയറിയേ നിൽക്കൂ. നമ്മള് പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അനിയ, ചന്ദ്രനിലേക്ക് പോണെന്ന് പറഞ്ഞ് പോണ എല്ലാവരും ചന്ദ്രനിൽ എത്തുന്നുണ്ടോ? ഇല്ല. ചിലർ ഇടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോകും. അപ്പൊ സാർ ഇയാളെയും വെറുതെ വിടാൻ പോവാണോ? ഒരിക്കലും വെറുതെ വിടില്ല. മേലിൽ ഇത് ആവർത്തിക്കരുത്. ആട്ടോയിൽ പൊക്കോളൂ. വീട്ടിൽ പോയിരുന്നോളം പറഞ്ഞേക്കാം. വരട്ടെ. ഇതെന്ത് നിയമമാണ് സാർ? കള്ളനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ലല്ലോ അനിയ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കിളവനോടൊപ്പം പോവാം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോവാം. എന്നാലും ആ പിടിച്ചുപറിക്കാരനെ വെറുതെ വിട്ടത്
ശരിയായില്ല സാർ. വെറുതെ അല്ലല്ലോ, ഞാൻ ഓട്ടോ കാശ് കൊടുത്ത അയാളെ ഓട്ടോയിൽ കയറ്റി വിടുന്ന അനിയൻ കണ്ടതല്ലേ. കൊള്ളാം, കള്ളന് കൂട്ടു നിൽക്കുന്ന പോലീസ്. അങ്ങനെ പറയരുത്. ആരും ലോകത്ത് കള്ളന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് മനുഷ്യനെ കള്ളനും കൊലപാതകയും കോമാളിയുമാക്കുന്നത്. സാറ് വല്ല അച്ഛനും ആകേണ്ടതായിരുന്നു. അതെ, നല്ല പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാനും ഒരു അച്ഛനാകുമായിരുന്നു. അയ്യോ, ആ അച്ഛനല്ല, ഫാദർ. അതെ, അച്ഛനെ ഇംഗ്ലീഷിൽ ഫാദർ എന്നാണ് പറയുന്നത്. അതല്ല, വികാരി. അനിയനിപ്പോ എന്താ വികാരം? ആ പോയ ആളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി ചതക്കണമല്ലേ? അതുകൊണ്ട് ഇവിടെ കള്ളന്മാരില്ലാണ്ടാവോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഉപദേശിക്കുക, ഉപദേശിച്ച് നല്ലവരാക്കാൻ ശ്രമിക്കുക. അല്ലാതെ മർദ്ദൻ ഒരു പോംവഴിയല്ല. അനിയൻ അറിയോ, കള്ളന്മാരെല്ലാം സത്യവാന്മാരാണ്. കേരളത്തിലെ പോലീസുകാരെല്ലാം സാറിനെ പോലെ ആയിരുന്നെങ്കിൽ അതിന് പരശുരാമൻ ഒരിക്കൽ കൂടി മഴുവെറിയേണ്ടി വരും. അനിയന് കള്ളനെയും പോലീസിനെയും തിരിച്ചറിയാൻ കഴിയില്ല. സാറ് ചേട്ടൻ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനം തന്ന് എന്നെ ചേട്ടാന്ന് വിളിച്ചു. സോറി സാർ. ശരി ചേട്ടാ. എങ്ങോട്ട്? ഞാൻ നടന്ന് എങ്ങോട്ടേന്ന് ചോദിച്ചാടോ. മനസ്സിലായില്ല. ഞാൻ ശ്രീലത. വനിതാ കോൺസ്റ്റബിൾ. എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഐ എം ഇന്റലിജന്റ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന സാറിന്റെ 2 ലേഖനങ്ങൾ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. എന്താണാവോ? ഒന്ന് കാക്കി കെ പീച്ചേ ക്യാ ഹേ, മറ്റൊന്ന് ചുരിദാർ മാറ്റു സാരിയിലേക്ക് മടങ്ങും. രണ്ടാമത്തെ ലേഖനം വായിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടേ ഇല്ല. കുട്ടി വന്ന കാര്യം പറയൂ. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വായിച്ചിട്ട് സൗകര്യം പോലെ മറുപടി പറഞ്ഞാ മതി. ഇത്രയും പ്രിയപ്പെട്ട ചെമ്പകൻ ചേട്ടന് ചേട്ടന്റെ ചെമ്പക ആരാമത്തിൽ ഒരു പൂവായി വിരിയാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടന്റെ ഓരോ വാക്കുകളും ഒരു ലാത്തി ചാർജ് പോലെ എന്റെ മനസ്സിന്റെ തലങ്ങും വിലങ്ങും വീഴുകയാണ്. അങ്ങയോടത്ത് ഒരു ജീവിതം പങ്കിടാൻ ഈ കാക്കിക്കാരി അനുവദിക്കൂ എന്ന് ചേട്ടന്റെ മാത്രം ശ്രീലത. എന്തിനാ സർക്കിൾ ഇൻസ്പെക്ടർ സാറിനെ കാണണമെന്ന് പറഞ്ഞ്? സർക്കിൾ സാറിനല്ല, എനിക്കാ മല്ലിയേട്ടനെ കാണേണ്ടത്. എന്താ കാര്യം? നേരിട്ട് പറയാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ ഇതിലെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. വായിച്ച് ഇപ്പൊ തന്നെ മറുപടി തരണം. എന്റെ ജീവന്റെ ജീവനായ മല്ലിച്ചേട്ടൻ അറിയുന്നതിന് ചേട്ടന്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖവും കാക്കി ഡ്രസ്സും തുളഞ്ഞു കയറി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. ജീവിതമാകുന്ന വണ്ടിയിൽ ചേട്ടനോടൊപ്പം വളയം പിടിക്കാൻ ഈ കാക്കിക്കാരി അനുവദിക്കുമോ എന്ന് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു ലതയായി പടരാൻ ആഗ്രഹിക്കുന്ന ശ്രീലത. ആനപ്പുറത്ത് കയറണമെന്ന് അണ്ണാൻ ആഗ്രഹിക്കാം, പക്ഷെ അണ്ണാന്റെ പുറത്ത് കയറണമെന്ന് ആന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ ആരാ ആന? ആനയ്ക്കറിയില്ല ആനയുടെ വലുപ്പം. അപ്പൊ നമ്മുടെ വിവാഹം? എന്നെ വിവാഹം കഴിച്ചാൽ മേഡം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നടക്കില്ല. അതെന്താ? ഈ അടുത്ത കാലത്ത് ഞാനൊരു മാവിന്റെ മണ്ടെന്ന് വീണു. അതിനുശേഷം സെൽഫ് എടുക്കാത്തൊരു ബെൻസ് ലോറിയുടെ അവസ്ഥയിലാണ് ഞാൻ. ഈ വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോലീസ് ബംഗളെ. എന്താ ഇത്? About 10. March. Left, right, left, right, left, right, left, right, left, right, left, left. എന്താ ഇതൊക്കെ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അഭിമാന സ്തംഭത്തിന്റെ നാവിൻ തുമ്പിൽ നിന്നുമാണോ ഈ ചോദ്യം ഉയർന്നത്? ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് പറ ചേട്ടായി. അനിയായി, എനിക്കൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? ഊണിലും ഉറക്കത്തിലും നിന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്നെ പോലും അറിയിക്കാതെ സ്വമേധയാ നീ ഏറ്റെടുത്ത് നടത്തിയ ഈ ധീരകൃത്യത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഡിപ്പാർട്ട്മെന്റ് നിനക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ അവര് രക്ഷപ്പെട്ടു കളഞ്ഞില്ലേ? രക്ഷപ്പെട്ടെങ്കിൽ എന്ത്? അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗിൽ 1-2 രൂപയുടെ മുതലായിരുന്നില്ല, ലക്ഷങ്ങളുടെ മുതലായിരുന്നു ഉണ്ടായിരുന്നത്. അതപ്പോ കിട്ടി. ഒറ്റയ്ക്കാണെന്ന് കരുതി നീ ഓരോ നീക്കങ്ങൾ നടത്തുമ്പോഴും എന്തിനും ഏതിനും തയ്യാറായി ഞങ്ങളും നിന്റെ പുറകിലുണ്ടായിരുന്നു. അവസാനം ഒരു റൂം ബോയുടെ സഹായം കൊണ്ടാ ഞാൻ. റൂം ബോയ് സഹായിച്ചാലും ശരി, കുശിനിക്കാരൻ സഹായിച്ചാലും ശരി, നിന്റെ പ്ലാനിങ്ങും ബുദ്ധിയുമല്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ. അതിന്റെ മുന്നിൽ ഡിപ്പാർട്ട്മെന്റും സഹപ്രവർത്തകരും അത്ഭുതം കൂടി നിൽക്കുകയാണ്. എന്നെ അറിയിക്കാതെ ഓരോ നീക്കങ്ങളിലും എന്നെ സഹായിച്ച ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി പോവാണ് ചേട്ടായി. അനിയായി, നിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ HC പുഷ്പാങ്കദൻ ഒരു കവിത രചിച്ചിട്ടുണ്ട്. ചൊല്ലു. അകോ ഭയങ്കരമീ ധീരത, ധീരത ആരിൽ ആർക്കും ഇല്ലിത്ര ധീരത, ധീരത. CI ബാലകൃഷ്ണൻ
CI ബാലകൃഷ്ണ സോദരൻ SI പൂമാൻ നാടിനും വീടിനും മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പുലിയാണിവൻ. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അവരങ്ങോട്ട് പോയിരിക്കാം. ആര്? അമ്മയും ഗീതയും നീലണ്ട സാറിന്റെ വീട്ടിലേക്ക്. അല്ല, ഞങ്ങളിതെല്ലാം പിടിച്ചെടുത്ത ശേഷം നിന്നെ എവിടെ നോക്കിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ബാത്റൂമില്. ബാത്റൂമിൽ പൊക്കോ. അയ്യോ, ഇപ്പൊ പോണ കാര്യമല്ല. എപ്പ വേണേലും പൊക്കോ. ഹലോ, സി ബാലകൃഷ്ണൻ ഹിയർ. ഇതിപ്പോ സമയം കുറെ ആയല്ലോ. താൻ പോയി മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വാ. ശരി സാർ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം സാർ. ഗുഡ് മോർണിംഗ് സാർ. ഹമീദ് സാർ. ഞാൻ ഹമീദല്ല, ഉണ്ണികൃഷ്ണൻ. സാർ ഉണ്ണികൃഷ്ണൻ. ആ. ഞാൻ ഹമീദ്. ആ. ടൗൺ സ്റ്റേഷനിലെ SI ആണ് സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം? ഇപ്പൊ ഇവിടുന്ന് പോയത് മന്ത്രി ഉഷാന്റെ മകളല്ലേ? ആ കുട്ടിയെ സാറിന് പരിചയമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ആ കുട്ടി എന്നോട് സംസാരിച്ചത്. താൻ കാര്യം പറ. സാറിന്റെ കാല് പിടിക്കാൻ സാർ. എന്തിന്? ആ കുട്ടിയെ കൊണ്ട് മന്ത്രിയോട് പറഞ്ഞ എന്റെ സസ്പെൻഷൻ പിൻവലിക്കണം സാർ. സാറ് 100 പുണ്യം കിട്ടും. തക്കതായ കാരണമില്ലാതെ ഡിപ്പാർട്ട്മെന്റ് ആരെ ശിക്ഷിക്കാറില്ല. താൻ ചെല്ല. സാറും കൂടെ എന്റെ കൈ പിടിഞ്ഞാ പിന്നെ എനിക്ക് ഒറ്റ മാർഗമുള്ളൂ. മന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിൽ ചാടി ചാടി മന്ത്രിയോട് കാര്യം പറയും. ഇതൊക്കെ ഇത്രേ ഉള്ളൂ സാർ. വെറുതെ അല്ല താൻ സസ്പെൻഷനിലായത്. സാറ് വല്ലതും പറഞ്ഞ ഒന്നുമില്ല. എന്റെ കാര്യം. ഓഹോ. സാറെന്താ ഇവിടെ? സോറി, ചേട്ടൻ എന്താ ഇവിടെ? എന്റെ അച്ഛനെ കാണാൻ വന്ന ഡോക്ടറാണോ? അല്ല, കള്ളനാ. അല്ല, ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങും. എങ്ങോട്ടെങ്കിലും മുങ്ങിക്കളയും. കള്ളനാ. ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വന്ന. താനെന്താ ഇവിടെ? ഞാൻ അമ്മയും കൊണ്ടുവന്ന. അയ്യോ, നല്ല അമ്മ. അമ്മേ, ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ചേട്ടനാ. അതെ അതെ, സർക്കിളാ. മോനെ, ഇവന് മോനെ പോലെ പോലീസിൽ ചേരണമെന്നായിരുന്നു മോഹം. മോൻ വിചാരിച്ച ഇവന് എന്തെങ്കിലും ഒരു ജോലി. പോലീസിലോ? ആ, എവിടെയെങ്കിലും വേണ്ടില്ല. ജോലി വാങ്ങിച്ചു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും സീരിയൽ വേഷം വാങ്ങി. അതൊന്നും വേണ്ടാതിരടാ. അതൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ജോലി മതി. എന്ത് ജോലി ചെയ്യാനും ഇവന് മടിയില്ല. അങ്ങനെ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണെങ്കിലേ എന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ജോലി കൊടുക്കാം. താങ്ക് യു ഏട്ടാ. എന്നാ വരട്ടെ. അയ്യോ, നല്ല അമ്മ. നിന്നെ ആശുപത്രി പരിസരം വേണ്ട, വേറെ ഏറെ വല്ലതും നോക്കാം.